വിഭജനവാദികൾക്കിടയിൽ വിഭജനമോ? സഭയിൽ അപ്പൊസ്തോലിക ഐക്യം പുനഃസ്ഥാപിക്കേണ്ട സമയം. SSPX വിവാദത്തെക്കുറിച്ചുള്ള ഒരുപക്ഷേ അതുല്യമായ എൻ്റെ വിലയിരുത്തൽ നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാ കക്ഷികളും തെറ്റായ ചോദ്യങ്ങളാണ് ചോദിക്കുന്നതെന്ന് തോന്നുന്നു, അതിനാൽ ഉത്തരങ്ങൾ ക്രിസ്തുമതത്തിലെ എല്ലാ തിന്മകളുടെയും പ്രതിസന്ധികളുടെയും മൂലത്തിൽ തൊടുന്നതേയില്ല. 3-ാം നൂറ്റാണ്ടിൽ പൗരോഹിത്യ ശ്രേണിക്കുള്ളിൽ അപ്രകടമായ വിശ്വാസപ്രമാണപരമായ അധികാര പോരാട്ടങ്ങളോടെയാണ് ഇത് ആരംഭിച്ചത്. പീഡനങ്ങൾ അവസാനിച്ചതിന് ശേഷം സാമ്രാജ്യത്തിന് വഴങ്ങിക്കൊടുത്ത വിട്ടുവീഴ്ചകൾ കാരണം 4-ാം നൂറ്റാണ്ടിൽ അത് രൂക്ഷമായി. എന്നിരുന്നാലും ക്രിസ്ത്യാനികൾക്ക് ലഭിച്ച പുതിയ സ്വാതന്ത്ര്യം അനുരഞ്ജനത്തിലേക്ക് നയിച്ചില്ല, മറിച്ച് പിളർപ്പുകളിലേക്കും സഭാപ്രബോധനങ്ങളിൽ യേശുവിൻ്റെ കൽപ്പനകളുടെ പൂർണ്ണമായ സാധുതയിൽ നിന്നുള്ള ഒഴിവാക്കലുകളുടെ ആവിർഭാവത്തിലേക്കും നയിച്ചു. ഇളവുകളുടെ മൂലം ലൗകിക ശക്തികളുമായുള്ള സഹകരണമായി വളർന്നു. ഈ പുരാതന കൂട്ടായ പാപങ്ങളിലൂടെയുള്ള യേശുവോടുള്ള ഈ വ്യക്തമായ വഞ്ചനയെ വിഭജിക്കപ്പെട്ട പൗരോഹിത്യ ശ്രേണിയിലുള്ള ആരും ഇതുവരെ അങ്ങനെയായി അംഗീകരിക്കുകയോ പശ്ചാത്തപിക്കുകയോ ചെയ്തിട്ടില്ലാത്തതിനാൽ അതിൻ്റെ പരിഹരിക്കപ്പെടാത്ത നാശം ഇന്നും ആത്മാക്കളുടെ രക്ഷയെ അപകടത്തിലാക്കുന്നു. വിമതരായ നോവസ ഓർഡോ ബിഷപ്പുമാരെയും പുരോഹിതന്മാരെയും ഞാൻ ഇനി വിശ്വസിക്കുന്നില്ല. കാരണം അവർ SSPXനെയും SSPX പരമ്പരാഗതവാദികളെയും ജാഗ്രതയോടെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും മറ്റെല്ലാവരെയും പോലെ നമ്മുടെ പശ്ചാത്താപിക്കാത്ത രണ്ടാമത്തെ ആദിപാപത്തെ കുറിച്ച് അന്ധരാണെന്ന് തോന്നുന്നു. അതിനാൽ ഈ വിവാദത്തെ പുതുതായി വിലയിരുത്തേണ്ട സമയമാണിത്. നമ്മളാരെങ്കിലും ഇതിനെക്കുറിച്ച് ഒരു തീരുമാനമെടുക്കുന്നതിന് മുൻപ് പരിശുദ്ധാത്മാവ് നമ്മെ പ്രകാശിപ്പിക്കട്ടെ. വെരിറ്റാറ്റിസ് മിഷോയുടെ പ്രായശ്ചിത്ത പരിപാടിയെക്കുറിച്ചുള്ള ചില കുറിപ്പുകൾ വായിക്കുന്നത് സഹായകമായേക്കാം. അഭ്യർത്ഥന പ്രകാരം ഞാൻ അത് നിങ്ങൾക്ക് ഇതിലൂടെ അയക്കുന്നു. 1 veritatismissio@gmail.com. യേശുവിൻ്റെ തിരുഹൃദയവും മറിയത്തിൻ്റെ അഭംഗിഹൃദയവും നമ്മെ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ. ആമേൻ. ഫാദർ ലാസ്ലോ ക്രിസ്റ്റോഫോറോസ് റെമെനിക്കി.